So welcome back guys to my another video. Okay, so ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ടി വി ഞാൻ ലാസ്റ്റ് ആയിട്ട് വീഡിയോ കഴിഞ്ഞ ഫ്രൈഡേ വേറെ അത്ര നല്ല മൂവ്സ് ഒന്നും നല്ല ദിവസമൊന്നും കിട്ടിയില്ല ബേസിക്കലി. ഞാൻ അതാ പിന്നൊന്നും ചെയ്യാൻ ഇന്നലെ നല്ല ദിവസമായിരുന്നു. ഞാൻ വാച്ച എടുത്ത് എനിക്ക് അക്കൗണ്ട് ഇല്ല, ഞാൻ ആക്ടിവേഷൻ ഫീ അടച്ചില്ല, അതുകൊണ്ട് അക്കൗണ്ട് ഇല്ല. ബട്ട് സ്റ്റിൽ ഞാൻ എന്താ പറഞ്ഞ ടൈപ്പ് റൈഡ് ഇതുപോലെ ചെയ്യുമായിരുന്നു. ഓക്കെ, ഒന്നും കാണാൻ പറ്റും. ഒരു സെക്കൻഡ്, എനിക്ക് തോന്നുന്ന ഇനി ഒന്ന് ജസ്റ്റ് ജേണലിലൂടെ ചെയ്യണം മാറ്റമുണ്ട്. ഓക്കെ, കരിഞ്ഞു കഴിക്കുന്ന എൻ്റെ ഒരു പോസ്റ്റർ ഡൗൺ താഴോട്ട് കിട്ടി പറഞ്ഞ പോലെ ഈ ഒരു സെൽ സൈഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ ലോസ് വരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡെയിലിയിലോട്ട് പോകും. ഇതാണ് ശരിക്കും കാണേണ്ടത്. ഡെയിലി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു സസ്പെൻഷൻ ബ്ലോക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സസ്പെൻഷൻ ബ്ലോക്ക് എടുത്തു അവിടം വരെ പോയി. അതിൻ്റെ ഒരു നല്ല റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നല്ല പൈസ ഒക്കെ ഉണ്ട്. ഓക്കെ, സോ ഓവറോൾ ഒരു കൊള്ളാമെന്ന വ്യക്തിയാണ്. ഞാൻ ഇവിടെ ചെന്നിട്ട് ഇങ്ങനെ ചെറിയൊരു റെഡിയൊക്കെ ഉണ്ട്. ചിലപ്പോൾ അങ്ങോട്ട് പോകാമായിരിക്കും, എൻ്റെ മനസ്സ് പറയുന്നേ അങ്ങനെ. ഫസ്റ്റ് വാട്ട് വിൽ ഡു ഈസ് ഡെയിലി എൻ്റെ ഒരു എന്താ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം. ഫൈൻ. സോ ഇവിടെ ഫസ്റ്റ് നമ്മളുടെ ഈ സാധനം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇന്നലെ എത്ര ദിവസം? 17/2/2026. ഫൈൻ. ഓക്കെ, സോ 4 ദിവസം. ഓക്കെ, സോ ഡയറക്ട്ലി വിൽ ഗോ ടു ഫോർ അവർ. സോ അവർ പ്രത്യേകിച്ച് ഒന്നുമില്ല ബേസിക്കലി കാണാൻ, ഒന്നുമില്ല അങ്ങനെ. ഓക്കെ, സോ 4 അവർ നല്ലൊരു എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, സോ അതാണൊന്നും അത്ര ഒന്നും നോക്കാത്ത. സോ ഞാൻ ഡയറക്ട്ലി 1 അവർ പോകും. 1 അവർ കുറേ സാധനങ്ങളുണ്ട് കാണിച്ചു തരാൻ. ഓക്കെ, സോ ഒരു ഏഷ്യനിലും ഉണ്ട്. ഇന്നത്തെ ഈ തിങ്കളാഴ്ച ഇവിടെ മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു. സോ അതാണ് നമ്മുടെ കറണ്ട് ബൈസയുടെ ലേറ്റ് ഹൈസ് ഇന്ന് ഫോം ആയത്. സോ ഞാൻ ഈ ദിവസത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. സോ ഇത് ലണ്ടൻ ഹൈ, ഏഷ്യൻ ലോ, മിഡ് നൈറ്റ് ഓപ്പൺ. നമ്മളിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു ഫെറോഡിക്ക പോകുന്നു. ഫെറോഡിക്കപ്പിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഒരു ലോ എടുക്കുക. ആ ലോ എടുത്തു, എന്നിട്ട് മണ്ടയ്ക്കോട്ട് പോയി ആ ഒരു ലണ്ടൻ ഹൈ എടുത്തു. അഗെയിൻ താഴേക്ക് വന്നു, ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് 7.2 ലോ എടുത്തു. പിന്നാണ് മണ്ടയ്ക്കോട്ടേക്ക് പോയത്. 7.2 ലോ അതിന് മുന്നേ എടുത്തല്ല കേട്ടോ, ശരിയാ. താഴോട്ട് പിന്നെ മേലോട്ട് എല്ലാം ഒരുമാതിരി ഊമ്പി പോക്കാണ്. സോ സാരമില്ല. സോ ലണ്ടൻ ഹൈ അവിടെ ഉണ്ട്. ഞാൻ ഇതിലും നല്ല എനിക്ക് തോന്നുന്നു ഞാൻ ഇതെടുത്തതാണ് ലണ്ടൻ ഹൈ. ലണ്ടൻ ഹൈ അവിടെ ഉണ്ട്. ഓക്കെ, ഫൈൻ. സോ
Yeah, that's gonna be your beautiful fair perspective താഴെ പോയി. So that's fine. Okay, so പോയി. Okay, started. Into 15 minutes. ഏഷ്യനിലോ ഇവിടെ എടുത്തു. റൈറ്റ്, ഏഷ്യനിലോ ഇവിടെ എടുത്തു. ഇവിടെ ഒരു നല്ല മൂവ് കാണാൻ പറ്റും. ഒരു എടുത്തൊരു ചെറിയൊരു മൈനർ സെൽ സൈഡ് പോലെ എടുത്തിട്ട് ഒരു ചെറിയ മൂവ് അപ്വേഡ് അവിടം വരെ പോയെന്ന് നോക്കിക്കേ. വലിയ പിൻവശാക്കി അവിടം വരെ ഒന്നും പോയില്ല. ജസ്റ്റ് ഒരു ഓർഡർ ബോക്സിന്റെ അവിടം വരെ പോയി. റൈറ്റ്, സോ കുഴപ്പമില്ല. എന്നിട്ട് എന്ത് ചെയ്തു? തിരിച്ച് താര വന്നു, അത് ലോ എടുത്തു. ഇതെന്താവും? ഏഴുമണി കഴിഞ്ഞിട്ടുള്ള ലോ ആണ് ഇത്. 7 മണി കഴിഞ്ഞിട്ടുള്ള ഹൈ. ഓക്കെ, ഫൈൻ. 8:30 ഇവിടെ തുടങ്ങി, നേരെ പോയി ലണ്ടൻ ഹൈസ് എടുത്തു. ഈ ഹൈ അവിടെ ബാക്കി വെച്ചു. ഓക്കെ, സോ ഫൈൻ, ദാറ്റ്സ് അഗൈൻ ഫൈൻ. സോ ഈ ഒരു മൂവ് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ന്യൂസ് ഒന്നും ഇല്ലായിരുന്നു. റാൻഡം മൂവ്. ആ മൂവ് അല്ല, സോറി, ഈ മൂവ്. ഓക്കെ, ഓൾമോസ്റ്റ് എത്ര പോയിന്റ് ഇവിടെ മൂവ് ചെയ്തു? 91 പോയിന്റ്. ഒറ്റ 2 ക്യാൻഡിൽ 91 പോയിന്റ്. ഓക്കെ, സോ അതെടുത്തു. അതേ ഉള്ളു എനിക്ക് ഇവിടെ അങ്ങനെ കാണിച്ചു തരാം. പിന്നെ പറയാനുള്ള പിന്നെ 5 മിനിറ്റ് ഞാനൊരു സംഭവം കാണിച്ചു തരാം. അത് ഇന്നലെ എനിക്ക് സത്യം പറഞ്ഞ 2 ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു പ്രീ മാർക്കറ്റ് ഒരു 750 to 10ന്റെ ഒരു മാക്രോ ഒരു നല്ല ട്രേഡ് എടുക്കുമായിരുന്നു. ആൻഡ് പിന്നെ മാർക്കറ്റ് ഓപ്പണിന് ശേഷം ഓക്കെ, അഗൈൻ ദാറ്റ്സ് അഗൈൻ ഫൈൻ. ഞാൻ 5 മിനിറ്റ് പോയിട്ടൊരു സാധനം കാണിക്കാം. ഓക്കെ, സോ ഇവിടെയാണ്. ഓക്കെ, സോ ആ ഒരു ലോ എടുത്തല്ലോ. ഈ ഒരു ലോ ഉണ്ടോ? ഈ ഒരു ലോന്റെ അടുത്ത് വരെ ഇത് വന്നു, പിന്നെ തിരിച്ച് കയറിപ്പോയി. അതായത് ഇതിന്റെ അടിയെ ഇത് sorry, ഇതാണ് കേട്ടോ. ഇതാണ് പറഞ്ഞത്. ഇത് 10,55. സോ ഈ ഒരു ബ്രേക്കർ ബ്ലോക്ക് ഓർഡർ ബ്ലോക്ക് അല്ല കേട്ടോ, ബ്രേക്കറാണ്. ടൈമിൻ്റെ ഒരു ബ്രേക്കർ ബ്ലോക്ക് അവിടെ ഉണ്ടായിരുന്നു. പിന്നെന്താ ഉള്ളെ? ഒരു 7 മണി കഴിഞ്ഞു. ഈ ഒരു കൺസോൾട്ടേഷന്റെ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ താഴോട്ട് ഇവിടെ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ കാണിച്ചു തരാം. അത് 1 മിനിറ്റ് ഒക്കെ പോകുമ്പോൾ കാണിക്കാം. ഓക്കെ, സോ ഇതാണ് 7 മിനിറ്റ്. 7 മിനിറ്റ് ലോ ഇതുണ്ട്. 5 മിനിറ്റ് ബ്രേക്കർ 2 അവിടെ ഫോം ആയിട്ടുള്ള ഒരു ടൈമിൽ ഇത് ഫോമായി.
ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ആ ഏഷ്യൻ ലോസ് ഇവിടെ ഉണ്ട്, വേറെ ലോസ് ഒന്നും ഇല്ല. ഓക്കെ, സോ ഇതായിരുന്നു ഇന്നലത്തെ എൻ്റെ പ്രീ ന്യൂയോർക്കിന്റെ സെൽ സൈഡ്. സോ അതെടുത്തു, ഡയറക്റ്റ്ലി കയറിപ്പോയി ഇതെടുത്തു. സോ അത്ര എനിക്ക് തോന്നുന്നു ഇവിടെ ഇവിടെ തോന്നുന്നു ഓപ്പൺ ആവുന്ന, ഇവിടെ ഇവിടെ അത്ര ഓപ്പൺ ആവുന്നു. സോ ഓക്കെ, നല്ലൊരു മൂവായിരുന്നു വണ്ടയ്ക്കോട്ട്. ഈ ഒരു മൂവിന് എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു അക്കൗണ്ടും പാസ്സായി. കൊള്ളാം. ഉം. വല്ലാത്തൊരു മൂവ്. എനിക്കും പേടി. പക്ഷെ ഈ ഒരു മൂവ് ഒറ്റയ്ക്കായിട്ട് നേരെ തിരിച്ചായിരുന്നെങ്കിൽ 1% റിസ്ക് ചെയ്തു. പക്ഷെ കുഴപ്പമില്ല, ജയിച്ചു. ഇന്നലെ തന്നെ ജയിച്ചു. ഓക്കെ, സോ ഓ ആ 5 മിനിറ്റിന്റെ ആ ഒരു ബ്രേക്കർ ഉണ്ട്. പിന്നെ ഒരു 5 മിനിറ്റിന്റെ പക്ഷെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ അവിടെ ഒന്ന് നേരെ തിരിച്ചു വന്നു അല്ലേ, റൈറ്റ്. സോ ഫസ്റ്റ് ട്രേഡ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് 1 മിനിറ്റിലേക്ക് പോവാം. വേറെ ഒന്നും ഇല്ല ഇവിടെ. ഓക്കെ, ഫൈൻ. ഞാൻ ഇവിടെ നിന്നാണ് താരോട്ടേക്ക് ഒരു ട്രേഡ് നോക്കിയത്, പ്ലേസ് ചെയ്ത് നോക്കി. ഓക്കെ, ഫസ്റ്റ് ഞാൻ ന്യൂയോർക്കിന്റെ കാര്യം പറഞ്ഞിട്ട് താരോട്ടേക്ക് പോകും. ഓക്കെ, സോ മാർക്കറ്റ് ഇവിടെ ഓപ്പണായി, കുറച്ച് താഴേക്ക് പോയി. ഡിസ്ക്രിപ്ഷൻ സ്റ്റാഫ് ഷിഫ്റ്റ് കിട്ടി. ഫസ്റ്റ് പെർസെന്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ന്യൂയോർക്കിന്റെ 5 മിനിറ്റ് കളയുകയാണ്. ഓക്കെ, സോ എൻ്റെ 5 മിനിറ്റിന്റെ എന്ത് ചെയ്യാം, ഇത് ഓളിയം കുറയ്ക്കാം. ഓക്കെ, ഓളിയം കുറച്ചിട്ട് എനിക്ക് ഫസ്റ്റ് പെർസെന്റ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഇടാൻ താല്പര്യം. ഇത് ഓക്കെ, സോ അയ്യോ സോറി. ആ ഫസ്റ്റ് പെർസെന്റ് ഫെയർ വാല്യൂ ഫോം ആയി, സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. എന്നിട്ട് താരോട്ടേക്ക് വരും. സോ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഹൈ എടുത്തായിട്ട് കാണുന്നതായിരിക്കും. നോക്കി ഞാൻ SMT അപ്പുറത്തുണ്ടോ നോക്കിയിട്ടില്ലായിരുന്നു. ജസ്റ്റ് അതായത് SMT ഒരു നമ്മൾ എടുക്കുന്ന ഒരു കാരണമാവരുത്. ഓക്കെ, സോ SMT എന്ന് വെച്ചാൽ ഒരു സപ്പോർട്ട് പോലും. അങ്ങനെ നമ്മൾ എടുക്കുന്ന സ്ഥലം ശരിയാണോ അങ്ങനെ അറിയുക, അങ്ങനത്തെ ഒരു സംഭവമായിട്ട് SMT കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ഇത് കണ്ടോ, ഇത് അവിടെ SMT തന്നിട്ടുണ്ട്. ഈ ഒരു 5.20 ഹൈ അല്ലേ, ഇതാ ഈ ഒരു ഹൈ. ഇത് എടുത്തിട്ടില്ല, ഇത് 5.20. ഇത് ഹൈ കറക്റ്റ് ആയിട്ട് എടുത്തു. അഗെയിൻ നല്ലൊരു ട്രേഡ് ആയിരിക്കും അവിടെ. സോ അവിടെ ഫസ്റ്റ് പെർസെന്റ് ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഹൈ എടുക്കാൻ പറ്റില്ല. പക്ഷെ ബോഡിന്റെ മണ്ടയ്ക്കെല്ലാം പോയിട്ടുണ്ട്. നല്ലൊരു താരോട്ടേക്ക് ഒരു ഷട്ട് ഷിഫ്റ്റ് തന്ന 2 ക്യാൻഡിൽ ഫസ്റ്റ്. ഇതൊരു ബ്രേക്കർ ഗ്യാപ്പായിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇതിന്റെ താര ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ അങ്ങോട്ടേക്ക് പോയി. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻട്രി പ്ലേസ് ചെയ്യാം. ടോപ്പ് ലോസ് എവിടെയാണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 23 പോയിന്റ്സ്. ഏഷ്യൻ ലോസ് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഓൾമോസ്റ്റ് 3 കിട്ടും. ഫസ്റ്റ് ഞാൻ പക്ഷേ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി വന്നിരുന്നത്. കുറച്ച് തിരക്കായിരുന്നു അങ്ങനെ പരീക്ഷ വയ്ക്കാൻ. സോ ചെറു തിരക്കിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വന്നിരുന്നത്. ഓക്കെ, സോ ശരി, എന്താക്കട്ടെ, അല്ലേ ശരിയാകത്തില്ല. ഓക്കെ, അവിടെ നടുക്ക് റേറ്റ് എടുക്കായിരുന്നു. ഓക്കെ, നല്ലൊരു ഇതായിരുന്നു. ഇവിടെ ഞാൻ ഈ ഒരു മാക്രോന്റെ ടൈമിംഗ് ആണ് പറഞ്ഞത്. ഓക്കെ, സോ മാക്രോന്റെ ടൈമിംഗ് ആണത്.
Okay, so ആ മാക്രോയിന്റെ ടൈമിന്റെ ഇടയ്ക്കാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം നടന്നത്. ആ ഒരു 5 മിനിറ്റിന്റെ ബ്രേക്കർ അവിടെ ഉണ്ടായിരുന്നു. ഡയറക്റ്റ് ആയിട്ട് 5 മിനിറ്റിന്റെ ബ്രേക്കർ ചെന്നു. അവിടെ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ഈ ഒരു സസ്പെൻഷൻ ബ്ലോക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അത് ഡിലീറ്റ് ചെയ്യട്ടെ. ഈ ഒരു സസ്പെൻഷൻ ബ്ലോക്ക് ഞാൻ കൺസിഡർ ചെയ്തായിരുന്നു. ഓക്കെ, സോ ഇപ്പോൾ ഒന്നും വരുത്തിയില്ല. ഞാൻ തന്നെ ഓൺ ദ ഇവിടെ ഒരു VIP അവർ തന്നിട്ടുണ്ടായിരുന്നു. പ്ലസ് ഈ ഒരു ഫെയർ വരിക. ഇതൊരു ഫുൾ ഫെയർ വരികപ്പായിട്ട് ഇങ്ങനെ എടുക്കാം. ഓക്കെ, ദാറ്റ്സ് ദ തിങ്. വെയിറ്റ് ചെയ്തു. ഇതിന്റെ താരെ ക്ലോസ് ആയി. നെക്സ്റ്റ് ക്യാൻഡിൽ എൻട്രി. ഞാൻ എവിടെ എൻട്രി ഒന്നും പറഞ്ഞില്ല. ഓക്കെ, സോറി. നെക്സ്റ്റ് ക്യാൻഡിൽ എൻട്രി, ഐ മീൻ നെക്സ്റ്റ് ക്യാൻഡിൽ അവിടേക്ക് തൊട്ടപ്പോൾ എൻട്രി. സ്റ്റോപ്പ് ലോസ് ഇതിന്റെ മണ്ടയ്ക്കായിട്ട് വരും എടുക്കുമായിരുന്നെങ്കിൽ $13. ഓക്കെ, സോ എനിവേ ടാർഗറ്റ് ഇത് ഞാനൊരു 3R നോക്കാറുണ്ട്. 3R പെർഫെക്റ്റ്ലി കിട്ടും. ഓക്കെ, സോ കിട്ടി. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഇവിടുന്ന് കൂടാണെങ്കിൽ ഓൾമോസ്റ്റ് 3R+. ഇവിടെ നിന്നാണെങ്കിൽ പിരമിഡ് ചെയ്യാം. ഓക്കെ, സോ വേറൊരു പിരമിഡ് എൻട്രി ഉണ്ട്. ഇതാക്കി പോയല്ലോ. അവിടെ ഒരു പരിപാടി, ഒരു ചെറിയ 2-3 വോളിയം ബാലൻസ് ഉണ്ടോ. വോളിയം ബാലൻസ് ഉണ്ട്. പിന്നെ ഇത് വന്നു. അവിടെ നിന്ന് ആക്കാൻ കുറച്ചുകൂടെ എൻട്രി ആഡ് ചെയ്ത് കൊടുക്കാം. ചെയ്യുമ്പോൾ ട്രൈ ചെയ്ത് സെറ്റ് ആക്കെങ്കിൽ ദാറ്റ് വാസ് എ ട്രേഡ്. പെർഫെക്റ്റ് ആയിരുന്നു. ഓക്കെ, സോ ഒരു സെക്കൻഡ് ഗൈസ്, ഞാനിപ്പോൾ വരാം. സോറി ഗൈസ്. സോ നമ്മൾ പറഞ്ഞു തന്നത് ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് മനസ്സിലായി. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഒരു നല്ലൊരു ഫോട്ടോ എടുത്തു. ഓക്കെ, സോ കൊള്ളാം. സസ്പെൻഷൻ ബ്ലോക്കിൽ നിന്ന് എൻട്രി ആണ്. ഇത് കാണുമ്പോൾ അറിയാം, വിവരമുള്ളവർക്ക് അറിയാമല്ലേ. സോ ഒരു ഫോട്ടോ എടുക്കട്ടെ. കോപ്പി, പേസ്റ്റ്. ഓക്കെ, അതാ ഫസ്റ്റ് ഞാൻ പിന്നെ മണ്ടയ്ക്കോട്ടുള്ള ഒന്നും നോക്കിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ നിന്നൊരു ട്രേഡ് എടുത്തായിരുന്നു. ഓക്കെ, സോ എന്തോ ഭാഗ്യത്തിന് ഈ 2 ക്യാൻഡിലെ എൻ്റെ ടാർഗറ്റ് അടിച്ച ശേഷം ഹൈ ഡയറക്റ്റ് ആയിട്ട് പോയി. സാരമില്ല. ഓക്കെ, നമുക്ക് ഇനി ന്യൂയോർക്കിലേക്കല്ല, മാർക്കറ്റ് ഓപ്പണിലേക്ക് പോവാം. മാർക്കറ്റ് ഓപ്പണായി. എവിടെയാണ് ഓപ്പൺ ആവുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് ഓപ്പണായി. ഒരു ലണ്ടൻ ഹൈ എടുത്തു. കാണാമല്ലോ, ലണ്ടൻ ഹൈ എടുത്തു. നേരെ പോയി 7 മണി താരമുള്ള ആലോയും എടുത്തു. ഫൈൻ, നല്ലൊരു ഇതാണ്. നല്ല മൂവായിരുന്നു, അടിപൊളി മൂവായിരുന്നു. ഏത് പൊട്ടനും ഇന്നലെ ക്യാച്ച് ചെയ്യായിരുന്നു ആ മൂവ്. അത് നമുക്ക് സെൽ സൈഡ് ഒന്നും അറിയാം, ബൈ സൈഡ് ഇവിടെ ഉണ്ട്. പക്ഷെ മണ്ടയ്ക്കുണ്ടല്ലോ, താരോട്ടുള്ളൂ സെൽ സൈഡ്. ഓക്കെ, സോ അതെനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ കളഞ്ഞു. സോ അതെടുത്തു. നേരെ അത് താരോട്ടി ഒന്ന് എടുത്തു. ഓക്കെ, ഫൈൻ. സോ പിന്നുള്ള ഒരു ബൈ സൈഡ് ഇതാണ്. അതാണ് ഇന്നലത്തെ ഒരു ഏഷ്യൻ ഹൈ. അല്ല, ഇതാണ്. ഇന്നലെ ആക്ച്വലി 12 മണി വരെ ഉണ്ടായിരുന്നു മാർക്കറ്റ്. ഓക്കെ, കണ്ടോ, ഇവിടെ 12 മണി കഴിഞ്ഞിട്ട് 12:45 കഴിഞ്ഞിട്ട് 6 മണിയാണ് കാണിക്കുന്നത്. അതായത് ഇപ്പൊ 6 മണിയല്ല, അതിന് തൊട്ട് മുന്നത്തേക്ക് തന്നെയുണ്ട് 12:45. നോർമലി 5:45 ഉണ്ട്, അത്ര നേരം ഉള്ളായിരുന്നു. പിന്നെ എന്തായാലും പ്രസിഡന്റ് എന്തായിരുന്നു. ഓക്കെ, സോ ഞാൻ 5 മിനിറ്റ് പോകും. 5 മിനിറ്റ് ഒന്നും ഇല്ല, ജസ്റ്റ് ആ ഒരു ബൈ സൈഡ് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു ലണ്ടൻ ഹൈ, ഈ ഒരു ചെറിയൊരു ബൈ സൈഡ് എടുത്തു പോയി കയറി ആ ഒരു വിക്കിന്റെ ക്ലോസിലേക്ക്, അല്ല ക്ലോസിലേക്ക് പോയി. അതായത് 1 എന്ന് വെച്ചാൽ ക്ലോസ് ആണ്. ക്ലോസിലേക്ക് പോയി. നേരെ താഴേക്ക് പോയി സെർച്ച് ചെയ്തെടുത്തു. ഓക്കെ, സോ ഇതെങ്ങനെ ക്യാച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒന്നുമില്ല. അതൊരു സിമ്പിളസ്റ്റ് ട്രേഡാണ്. ഓക്കെ, സോ 830 ഇവിടെയാണ്. ഇവിടാന്ന് തോന്നുന്നു 830 അല്ലേ. 830 താഴെയാണ് നമ്മൾ. അല്ല, 830 മണ്ടയ്ക്കുമാണ് നമ്മൾ. നമ്മള് ആ ഒരു ഫസ്റ്റ് പെർസെന്റ് സർവേ കിട്ടി. എങ്ങനെ കിട്ടി? ഈ ഒരു ഹൈ അല്ലേ എടുത്തത്? ഞാൻ പറഞ്ഞില്ലേ, ആ ലണ്ടൻ ഹൈ എടുത്ത് പോയി അവിടെ ഫസ്റ്റ് പെർസെന്റ് സർവേ ഫോമായി. ഈ വിക്സ് നല്ല റെസ്പെക്ട് ചെയ്ത് താഴോട്ട് പോയി. താഴെ അവിടെ ക്ലോസ് ആയി. നെക്സ്റ്റ് ക്യാനിൽ അവിടെ കയറി എടുക്കുക, എൻട്രി എടുക്കുക. ഫസ്റ്റ് എൻട്രി ഇവിടെ. ഫസ്റ്റ് എൻട്രി അവിടെ. എസ് എൽ എവിടെ? ഇതിന്റെ മണ്ടയ്ക്ക് ഇട്ടാൽ മതി. ഓക്കെ, സോ ഇതിന് മണ്ടയ്ക്ക് ഇടാം. ഇതിന് മണ്ടയ്ക്ക് ഇട്ടാൽ മതി. അത്രയൊക്കെ മതി. അതിന്റെ ആവശ്യമുള്ളൂ. അതിന് മണ്ടയ്ക്കോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പോവും. എസ് എൽ അവിടെ ഇടാം. ഞങ്ങൾ പിരമിഡ് എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതുണ്ട് ഒരു, നിങ്ങൾ എനിക്ക് ഇത് 5% സർവൈവ് ഗ്യാപ്പായിട്ട് എടുത്തില്ല. അപ്പൊ ഈ ഒരു സർവൈവ് ഗ്യാപ്പ് ഉണ്ട്. ഇതെന്തോ ഇത് ബ്രേക്ക് അവേ ഗ്യാപ്പ് ആവില്ലേ? അപ്പൊ ഇവിടെ ചെറിയൊരു സർവൈവ് ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ചെറിയൊരു സർവൈവ് എനിക്ക് 1 മിനിറ്റിന്റെ. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പിരമിഡ് ചെയ്യാം. ഓക്കെ, സോ ഹോപ്പിംഗ് ദാറ്റ് ഇതൊരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ആയിട്ട് കൺസിഡർ ആയിട്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് പിരമിഡ് എൻട്രി എടുക്കും. പിരമിഡ് എൻട്രി എവിടെ എടുക്കാം? ഓക്കെ, ഇത് ട്രയൽ ചെയ്ത് സെറ്റ് വെക്കേണ്ട എവിടെയാന്ന് വെച്ചാൽ ഇതിന്റെ മുമ്പേക്ക് വെക്കാം. ഓക്കെ, ഈ ഫസ്റ്റ് പെർസെന്റ് ഞാൻ പക്ഷേ ഇച്ചിരി കൂടെ ഇതായിട്ട് ഇതിന്റെ മുമ്പേക്ക് വെക്കാം. അപ്പൊ എനിക്ക് സ്റ്റിങ്ങോട്ടേക്ക് ഒന്ന് വന്നാലും. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ ക്ലാൻസിന്റെ ക്ലോസിങ്ങിൽ ട്രയൽ ഡ്രസ്സല്ല അവിടെ. ഓക്കെ, ഫൈൻ. സോ എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ 1 ലോ ടാർഗറ്റ് ചെയ്യൂ. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 55 പോയിന്റ് അസറ്റ് വെച്ചെടുക്കുക. ഇതെനിക്ക് ഓൾമോസ്റ്റ് ഒരു 3 സംതിങ് തരും. 3.5 തരും. സിമിലർലി ഇത് ഒരു 45 അല്ല, ഇതൊരു 4 ആറ് തരും. രണ്ടും കൂടെ ഒരു 3 + 4 7.5% ആർ. 1% റിസ്ക് 7%. എന്താ 0.5 റിസ്ക് 2 ട്രേഡ് എടുക്കുവാണെങ്കിൽ 3%ഓളം എനിക്ക് തോന്നുന്നു ഒപ്പം. 250-3 750, പിന്നെ 250-3 1000 സംതിങ് കിട്ടും. 1500 അടുത്ത റേഞ്ച്. നല്ല ട്രേഡ് ആയിരുന്നു. ഓക്കെ, സോ അടിപൊളി ട്രേഡ്. ഇത് നമുക്കൊരു ബ്രേക്ക് അവേ ഗ്യാപ്പായിട്ട് കൺസിഡർ ചെയ്ത് ഇവിടെ ഇടാം. ഓക്കെ, സോ ഹോപ്പിംഗ് ഇറ്റ് വോണ്ട് കം. കളർ മാറാത്ത ഇത് കാണുമ്പോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇതിന്റെ ഒരു ഇതെടുക്കാം.
ഓക്കെ. സോ നമ്പർ എടുത്ത് വെച്ചേക്കാം, സൂക്ഷിച്ചു. അതായത് നിങ്ങൾ ഇന്ന് ഞാൻ പറഞ്ഞുതരാം, ഈ ഒരു ട്രേഡ് എടുക്കുമായിരുന്നെങ്കിൽ തന്നെ, അതായത് ഇന്നലത്തെ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ എത്ര അപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു 3R കിട്ടുമല്ലോ. ഇതൊരു 3R കിട്ടത്തില്ലേ? എൻ്റെ ഒരു ഉദ്ദേശം ഒരു 3R കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 25. ഇതൊരു 3R ഇവിടെ ക്യാച്ച് ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞാൽ ഇവിടെ പിരമിഡ് ചെയ്താൽ കൂടെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇവിടെ നിന്ന് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു സെക്കൻഡ് ഫസ്റ്റ് 15 തന്നെ കൂട്ടിക്കോ. ഇത്രയും മതി. പക്ഷെ 15 തന്നെ കൂട്ടിക്കോ, കുഴപ്പമില്ല. 15 എനിക്കൊരു 2R ഓൾമോസ്റ്റ് കിട്ടും. 2R കിട്ടും. ഇതിൽ 3 ഇവിടുന്ന് ഒരു 0.5 റിസ്ക് ചെയ്താൽ 750. ഇവിടുന്ന് ഒരു 0.5 ഇവിടെ റിസ്ക് ചെയ്താൽ 750. 2R എന്ന് പറയുമ്പോൾ 500 ആവും. 750, 1250. ഇവിടെ നിങ്ങളൊരു 1% റിസ്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അഗെയിൻ ഇവിടെ ഒരു ഓൾമോസ്റ്റ് 3R കിട്ടും. 3R അഗെയിൻ ഒരു 1500 ഇവിടെ ആവും. ഇത് പിരമിഡ് ചെയ്തൊരു 250 വെച്ച് ചെയ്യുകയാണെങ്കിൽ 1500 പ്ലസ് 700 വെച്ചാൽ 1200. മറ്റേ 1200 ഒരു ഓൾമോസ്റ്റ് 2500 മണ്ടയ്ക്ക് എന്തോരം കിട്ടിയാണ് ഇന്നലെ മറ്റേ ദിവസം. I think that's all for the video, guys. പിന്നെ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടി ഈ ഒരു പൈസ എടുക്കാൻ പോകുന്നു. എനിക്ക് അറ്റ്ലീസ്റ്റ് ഈ ഫെബ്രുവരിക്ക് പോയി പോകണം ആഗ്രഹമുണ്ട്. ഓക്കെ, പോയാൽ നല്ലത്. പോയില്ലെങ്കിലും പരിപൂർണ്ണമില്ല. കാരണം ഈ ഒരു ഗ്യാപ്പ് നല്ലൊരു റിജക്ഷൻ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഓക്കെ, കുറച്ച് ബൈ സൈഡൊക്കെ ഉണ്ട്. എവറിത്തിങ് ഈസ് കൈൻഡ് ഓഫ് ഫൈൻ. ഓക്കെ, ലെറ്റ്സ് സീ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ട്. പൈസ ഇല്ലാതാണ് മെയിൻ പ്രശ്നം. So I think that's all for the video, guys. So എനിക്ക് തോന്നുന്നില്ല പറ്റുവാണെങ്കിൽ എനിക്ക് വീട്ടുകാരോടോ എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് കുറച്ച് പൈസ ഒപ്പിച്ചിട്ട് ചെയ്യണമെന്നുണ്ട്. We'll see. Okay, so I think that's all for the video, guys. So thanks for watching. കുറച്ചെങ്കിലും വിവരം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. Hope it. Okay. So ഒരു സെക്കൻഡ് ഈ സംഭവം ഒന്ന് കളഞ്ഞോട്ടെ. Okay, I think ഇത് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. Yes, of course, right. So I think it's fine. Okay, sign. Okay, 1 hour later save it. Okay, so that's all. Hey guys, see you in the next video. മൈസ്റ്റ്ലി ഞാൻ ഉദ്ദേശിച്ചിട്ട് നാളെ മറ്റന്നാളൊക്കെ നല്ല ദിവസം. മറ്റന്നാളും നല്ല ദിവസം ചാൻസ് ഉണ്ട്. സോ ബൈ.